മല്ലു കിങ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ സംഭവത്തിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ അതിക്രമിച്ചു. 8 മണി കഴിഞ്ഞു. ഞങ്ങളിതാ ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. രാത്രി കുഞ്ഞി ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയാവില്ല. അപ്പോൾ രാവിലെയാണ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഉറക്കം കഴിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് ഇതേ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എണീറ്റിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, എടുത്ത് നോക്കാം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഞാനും ഇവിടെ എല്ലാവരും കൂടെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവളെയും കൊണ്ട് നടക്കണം. അപ്പോൾ നമുക്ക് ഞാൻ കാണാം കേട്ടോ. ഇന്ന് ദീപാവലിയാണ് ഗൈസ്. ഹാപ്പി ദീപാവലി. അതെ ഇന്ന് നമ്മള് ദീപാവലിയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഈ വീഡിയോ ദീപാവലിയുടെ അന്നല്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, പക്ഷെ ദീപാവലിയുടെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അനങ്ങാതെ കിടക്കണ്. എന്താ അച്ചടക്കം, എന്താ ഗുഡ് മോർണിംഗ് മഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഗൈസ് ഞങ്ങളിത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവൾക്ക് രാവിലെ കുറച്ച് നേരം നടക്കുന്ന ഒരു ശീലമുണ്ട്. അവിടെ ആകുമ്പം അമ്മയാണ് അവളെ നടക്കാൻ കൊണ്ടുപോവുക. രാവിലെ വൈകിട്ട് നടക്കാൻ കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ നടക്കാൻ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം. അപ്പൊ അവൾക്ക് പ്രകൃതിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാൻ വിളിച്ചു. ഞാൻ നടക്കാൻ കൊണ്ടുപോകാറില്ലേ? അല്ല, ഈ നടക്കാൻ കൊണ്ടുപോകാറുണ്ട്. അതല്ല, അവിടെ മെയിനായിട്ട് അമ്മയാണ് ഇതിൻ്റെ ആള്. അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളട്ടെ. വെയിലൊന്നും കാര്യമായിട്ടില്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് ഞങ്ങൾ നടന്നിട്ട് വരാം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല കേട്ടോ. നമ്മുടെ മുറ്റത്തും പഠിക്കലായിട്ട് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. സന്തോഷം വന്നി. ഞങ്ങൾക്ക് സന്തോഷം വന്നി. എവിടെ പൂവ്? ഏത് പൂവത്? തെച്ചിപ്പൂവാണോ? പൊട്ടിച്ചാൻ പാടില്ല. എമ്പൂച്ചി ഉണ്ടാവുമോ? എമ്പൂച്ചി. ഓക്കെ. ഹായ്. തെച്ചിപ്പൂവിൻ്റെ പഴം. നമുക്കിവിടെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ ചെടികളുണ്ടായിരുന്നു, പക്ഷെ എല്ലാം നാശമായി പോയി. ഇപ്പം ലാസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിവിടെ ഇത്രയും നന്നാക്കി നോക്കുന്നത് മോമിയാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പൂക്കളിടുന്ന ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ നശിച്ചു പോയി. അപ്പോൾ ഉള്ളത് ഇങ്ങനെ എൻ്റെ മോമി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മാവും. പിന്നെ ഇത് എന്താ ചോദിച്ചേ? എന്താ ഈ മരത്തിൻ്റെ എന്താ? മഹാഗണിയാണോ? മാവല്ല, അത് മഹാഗണിയാണോന്ന്. മഹാഗണി അല്ലത്. ഒന്നും എനിക്കറിയില്ല. എന്താണാവോ? അത് അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. പിന്നെ ഒരു പേരയും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇതൊക്കെ നല്ല പൂവിടുന്ന ചെടിയാട്ടോ, പക്ഷെ ഇപ്പം അത്ര പൂവൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ചട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കല്യാണ സമയമായ സമയത്ത് നമ്മൾ ഒഴിവാക്കിയതാണ്. ഇപ്പം ചട്ടിയില്ല, പൂവുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എന്താണ് ഗൈസ്, എല്ലാവരുടെയും രാവിലെ എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞോ? നമ്മളിതാ എണീറ്റ് പറഞ്ഞല്ലോ, നടക്കാൻ പോയിട്ടേ ഉള്ളൂ. സാധാരണ എല്ലാവരും ചിലപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടി നടക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇവർക്ക് പാല് കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ.
അപ്പോൾ അതാ ഗൈസ്, കുഞ്ഞിപ്പെണ്ണ് നടത്തമൊക്കെ കഴിഞ്ഞ് അവളെ മാമൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവളുടെ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ച് വന്നിരിക്കുക. അത്യാവശ്യം തോനെ തുണികളുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ടുവിടാം കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടു. അപ്പോൾ അതൊരു അരമണിക്കൂർ സമയം എന്തായാലും എടുക്കും. അപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിനുള്ള കുറുക്ക് ഉണ്ടാക്കട്ടെ. ഞാൻ അവൾക്ക് കുറുക്ക് കഴിക്കാനുള്ള സമയമായി തുടങ്ങി ഏകദേശം. അപ്പോൾ നമുക്ക് കുറുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുള്ള കുറുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേന്ത്രക്കായ പൊടി കുറച്ചെടുക്കുന്നുണ്ട്. ഇന്ന് രണ്ടും കൂടെ മിക്സ്, അതായത് റാഗിയും നേന്ത്രക്കായും മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 സ്പൂണ് ചെറിയ സ്പൂണ് നേന്ത്രക്കായുടെ പൊടിയും ഒരു 1/2 സ്പൂണ് ഞാൻ റാഗി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗി കേട്ടോ, കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഉണക്കിയെടുത്തതാണ്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ചേർക്കുക. കുറുക്ക് ഉണ്ടാക്കാനൊക്കെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാണ്. നന്നായിട്ട് ഇത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണികൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ കട്ട ഉണ്ടെങ്കിൽ അവർക്ക് വയറുവേദന വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ വയറ് ഉറയ്ക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിപ്പോൾ അത് കട്ടയില്ലാതെ നല്ല മാതിരി മിക്സ് ചെയ്തെടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുക. എന്നാൽ മാത്രമേ ആ പൊടി നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കുമ്പം പനങ്കൽക്കണ്ടാണ് ചേർക്കാറ്. അപ്പോൾ അതെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് പനങ്കൽക്കണ്ടം. കുറേ പേർക്ക് അറിയുണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ ആയുർവേദ ഷോപ്പുകളിൽ അതുപോലെ നമ്മുടെ മരുന്ന് കടകളിൽ ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് മാക്സിമം ഉണ്ണികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ പനങ്കൽക്കണ്ടം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം കുറേശ്ശെ മധുരം മാത്രം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിക്കുള്ള കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കട്ടിയിലാണ് എപ്പോഴും കുറുക്കിയെടുക്കുക. കാരണം നമ്മുടെ ഉണ്ണിക്കിപ്പം 6 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ ഈ ഒരു കട്ടിയിൽ കൊടുത്താൽ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇത്രയും കഴിക്കുകയും ചെയ്യും. ഇടയ്ക്ക് വാശിയുള്ള ദിവസം കഴിക്കില്ല. പിന്നെ അവളുടെ ഫീഡിംഗ് ബോട്ടിൽ ഞാൻ എപ്പോഴും ചൂടുവെള്ളം തണുത്തതിന് ശേഷം ആക്കി വെക്കും. ആ വെള്ളം അവൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിക്ക് കൊടുക്കുക. അപ്പോൾ ഇതാ ഗൈസ്, കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറങ്ങി. കുറച്ച് പാൽ കുടിച്ചപ്പോഴേക്കും അവൾ ഉറങ്ങി. കുറുക്ക് കഴിച്ചിട്ടില്ല. ഇനി എണീറ്റിട്ട് വേണം കുറുക്ക് കൊടുക്കാൻ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് കഴിക്കാൻ റാഗിയുടെ നീർദോശയും പിന്നെ കുടുത കറിയാണ് കേട്ടോ. കുടുത അല്ലെങ്കിൽ ചൂര എന്നൊക്കെ പറയും. അതിൻ്റെ മീൻകറിയാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളിത് വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയൊക്കെ എടുത്തു. ഇനി നമ്മൾ തോരയിടട്ടെ. നല്ല വെയിലൊന്നും കാണാനില്ല. വെയിൽ വരുമായിരിക്കും എന്തായാലും. അത്യാവശ്യം തുണിയുണ്ട്. ഞാൻ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കയ്യിൽ കിട്ടി കുറച്ച് എടുത്തിട്ട് വന്നതാണ്. എന്തായാലും മുഴുവൻ നമുക്ക് തോരയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഗായ്സ്, ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. നമ്മളെ തുണികളൊക്കെ ഇനി പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഒന്നാമത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ഡ്രെയിൻ ചെയ്തതാണല്ലോ. ഞാനിപ്പം പുറത്തിറങ്ങാനുള്ളൊരു കാര്യം നിങ്ങളൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ. അതാണ് നമ്മളെ കിണർ. വലിയ കിണറാണേ. നല്ലോണം വെള്ളമുണ്ട്. ഇതൊക്കെ നമ്മുടെ പറമ്പിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വന്നത് ഇതാ ഈ സാധനമാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ബ്രഹ്മി. കണ്ടോ കൂട്ടത്തോടെ. ഇതെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മിയാണിത്. നമ്മൾ പാടത്തുനിന്ന് കൊടുന്നിട്ട് കുഴിച്ചിട്ട ബ്രഹ്മിയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികളുള്ള വീട്ടിലൊക്കെ ഇതൊന്ന് കൊടുന്ന് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഉണ്ണികൾക്കിപ്പം മോശം പോവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വാട്ടി പിഴിഞ്ഞിട്ട്
അതിൻ്റെ നീര് കൊടുക്കുക. ആ നീര് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സുഖമായിട്ട് മോശം പോവും. അതുപോലെ എല്ലാവർക്കും അറിയാലോ ബ്രഹ്മി അതുപോലെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവാനൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും വീടിൻ്റെ അടുത്ത് പാടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കുഴിച്ചിടുക. ഇവിടെ നമുക്ക് തൊട്ട് ബാക്കിൽ പാടം തന്നെയാണ്. അപ്പം അത്യാവശ്യം ബ്രഹ്മിയൊക്കെ കിട്ടും. ഇത് പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടിയതല്ല. ഇത് അമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് ഒരു അച്ചമ്മ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാട്ടോ. അപ്പം അത്യാവശ്യം നല്ലപോലെ ഉണ്ടായി. ഞാനും ഉണ്ണിക്ക് ഇതുപോലെ മോശം പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാട്ടി പിഴിഞ്ഞ് കൊടുക്കുക ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കൂർക്ക ഉണ്ടല്ലോ, കഞ്ഞിക്കൂർക്കയും വാട്ടി പിഴിഞ്ഞു കൊടുത്താലും മോശം പോകാനും കഫക്കെട്ട് പനി അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിനൊക്കെ ഭയങ്കര ഉപയോഗമുള്ള സാധനം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോകാം. ചേച്ചി ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കിനി അതെന്താന്ന് പോയി നോക്കാം. അപ്പോൾ അതാ ചേച്ചി കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള കോളിഫ്ലവർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 3/4 ഭാഗത്തോളം കുക്ക് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, കുറച്ച് മാത്രം ചിക്കൻ മസാല, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മൈദപ്പൊടി, ഒരു സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കണമല്ലോ. കോളിഫ്ലവർ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെന്നാലും ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഈവനിങ് സ്നാക്ക് ആയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോ അരമണിക്കൂറോ, സമയം കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മിനിമം വെക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ ഒരു സെറ്റും കൂടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കോളിഫ്ലവർ നല്ല പോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് കോരി മാറ്റാണ് കേട്ടോ. കുഞ്ഞു വീണാനോ, അമ്മയുടെ ഷോത്ത് കീലിയാനോ, ഇങ്ങോട്ട് നോക്ക്. നിറ്റു 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 അമ്മയുടെ പൊന്നാരാ, അമ്മയുടെ പൊന്നാരാ, അമ്മയുടെ പൊന്നാരാ നിറ്റു. അപ്പോൾ അതാ ഉച്ചയായി, സമയം 2 മണിയായിട്ടോ ഗൈസ്. 2 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഉണ്ണീനായിട്ട് ഇരിക്കുകയായിരുന്നു ഒത്തിരി സമയം. അപ്പോൾ അവള് ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വന്നത്. അപ്പത്തിന് ഇത് എണീറ്റു. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്. നമ്മൾ കണ്ടില്ലേ, നല്ല അടിപൊളി ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ സാമ്പാറുണ്ട്. ഈ സൈഡിലുള്ളത് കുടുതക്കറി അഥവാ ചൂരക്കറി കുറച്ച് എടുത്തിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയുണ്ടാവും ഞാൻ രാവിലെ മുതൽ ഇട്ടിട്ട് നടക്കുന്ന ഡ്രസ്സാണ്. ഞാൻ കുളിച്ചിട്ടില്ല, സത്യമാണ് ഞാൻ കുളിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ആ പണി കംപ്ലീറ്റ് ആക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞിപ്പിണ്ട് ഇതാ അവിടെ ഉണ്ട്. അപ്പം എനിക്കാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര മുഷ്ടിലാവുമെന്ന് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഏതായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുളിക്കാത്തത്. കുഞ്ഞിപ്പെണ്ണേ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് നേരം ഞാൻ അവളെയും കൊണ്ട് കിടക്കും. അവൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ കൂടെ ഉറങ്ങും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീല് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റീല് ചെയ്യുന്നതിന് മുന്നേ നമ്മളെന്തായാലും ഫ്രഷ് ആവും കേട്ടോ. ഫ്രഷ് ആയതിനു ശേഷമാണ് റീല് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് പോയി കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കുഞ്ഞു അമ്മയുടെ കുഞ്ഞിവിടെ, അമ്മയുടെ കുഞ്ഞിവിടെ, അമ്മയുടെ കുഞ്ഞിവിടെ അങ്ങോട്ട് നോക്ക്. നമ്മള് ചെറുതായിട്ട് ഇരിക്കാൻ തുടങ്ങി. സുന്ദരി കുട്ടിയാണോ ഇത്? സുന്ദരി കുട്ടിയാണോ?
ഗൈസ്, ഞാൻ ഫ്രഷായി. തല കുളിച്ചിട്ടില്ല കേട്ടോ, മേല് കഴുകിയിട്ടേ ഉള്ളൂ. തല ഞാൻ ഇന്നലെ രാത്രിയെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകുന്നതാണ്, എണ്ണയൊക്കെ തേച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് മേല് കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റീലെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നട്ടപ്പുറത്ത് ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് എടുക്കാൻ വിചാരിക്കുന്നത്. നല്ല വെയിലാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമ്മൾ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് വേഗം റീൽസ് എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഗൈസ്, ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ അവിടെ ഉണ്ട്, അവനാണ് നമുക്ക് എടുത്തിരുന്നത്. ഞാനും ചേച്ചിയും കൂടിയിട്ടുള്ള റീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ റീൽ എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളതാ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഒരു 4 ടേക്കിന് റെഡി ആയിട്ടുണ്ട് എന്തായാലും സംഭവം. അപ്പോൾ ആകെ വിയർത്ത് കുളിച്ചു നമ്മൾ. ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ നേരത്തെ കാലത്ത് കുളിക്കാൻ. ഇപ്പോൾ എന്തായി, ഇപ്പോൾ കുളിച്ച പാടെ പിന്നെ വരത്തില്ലേ, എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും അത് എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ വൈകിട്ട് 5 മണിയായി സമയം. ഇത് കുഞ്ഞുമണിയിലുള്ള കുറുക്കാണ്. രാവിലെ നമ്മൾ റാഗിയും നേന്ത്രയും കൂടെ കൊടുത്തു. ഇത് നേന്ത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കട്ടൻ ചായ. ഞാനും കിച്ചനും മാത്രമേ ഇവിടെ ചായ കുടിക്കുകയുള്ളൂ, പതിവുള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള ചായ ഉള്ളൂ ഇത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ട് ചായയും കുടിക്കണം. അപ്പോഴത്തേനും കുഞ്ഞുപെണ്ണിൻ്റെ കുറുക്ക് ചൂടാറുകയും ചെയ്യട്ടെ. അവൾ ചിണിഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പാൽ കൊടുത്തിട്ട് വരാം, അത് ചൂടാറുമ്പോഴേക്കും. അപ്പോൾ ഗൈസ്, അവൾക്ക് പാല് കൊടുത്ത് വന്നു. ഇനി ഞാൻ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചായക്ക് നമുക്ക് മിക്സർ ഉണ്ട്, നുറുക്കുണ്ട്, പിന്നെ എന്തോ അരിമുറുക്കുണ്ട്, കുറേ സാധനം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മഞ്ഞ കളറിലുള്ള നൂഡിൽസ് മിക്സർ എന്നാണ് ഞാൻ പറയാറ്. ഇതിന് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൂട്ടി ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ അവൾക്ക് കുറുക്ക് കൊടുക്കും. അപ്പോൾ ഇനി ഇന്ന് പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.